ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 3 പേർ പ്രതികളാകുമെന്നാണ് SIT പറയുന്നത്. ദ്വാരപാലക പാളിക്കേസിൽ 2 പേരെയും കട്ടിളപ്പാളിക്കേസിൽ ഒരാളെയുമാണ് പ്രതി ചേർക്കുക. അതേസമയം കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിൽ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയെന്ന വിവരവും. ഹരിമോഹൻ, നമുക്കിപ്പോൾ ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ എന്താണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് പറയുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേർ പ്രതികളാകും എന്നാണോ? നിലവിലെ പ്രതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുകയാണോ? സ്മൃതി, ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് 3 പേരെ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 3 പേർ കൂടി പ്രതികളാകുന്നു. ദ്വാരപാലക പാളികളിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ 2 പേരെ കൂടി പ്രതി ചേർക്കും. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ ഒരാളെ കൂടി പ്രതി ചേർക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 3 പ്രതികൾ കൂടി ഉണ്ടാകും എന്നുള്ളതിന്റെ വിവരങ്ങളാണ് SIT ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. അവരുടെ പേര് വിവരങ്ങളടക്കം SIT റിപ്പോർട്ടിൽ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. പക്ഷേ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ആ 3 പേർ കൂടി പ്രതികളാകും എന്നുള്ളതിന്റെ സൂചനകളാണ് വരുന്നത്. ഇവരുടെ 3 പേരുടെ പങ്ക് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ദ്വാരപാലക പാളിക്കേസും കട്ടിളപ്പാളിക്കേസുമാണല്ലോ അല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും ദ്വാരപാലക പാളികളിൽ 2 പേർ, കട്ടിളപ്പാളിയിൽ ഒരാൾ, അങ്ങനെ ആകെ 2 കേസുകളിലുമായി 3 പേർ കൂടി പ്രതികളാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഇനിയും ഇപ്പോൾ ഒരാളുടെ കൂടി പങ്ക് പരിശോധിച്ചു വരികയാണ്. അതായത് 4 പേരുടെ പങ്കാണ് SIT പരിശോധിച്ചുകൊണ്ടിരുന്നത്. അതിൽ 3 പേരുടെ പങ്കിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അത് അവർ കൂടി പ്രതികളാകും എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്ഥിരീകരിച്ച വിവരം, അതായത് SIT ഇവരുടെ പങ്കിനെ കുറിച്ച് സ്ഥിരീകരിച്ച് അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി അത് ഇടക്കാല ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പേര് വിവരങ്ങൾ ഇടക്കാല ഉത്തരവിൽ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും SIT അത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അത് വരും ദിവസങ്ങളിൽ ഈ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അറസ്റ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയും വിദൂരമല്ല. അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റുകളിലേക്ക് നീങ്ങും എന്നതിന്റെ കൃത്യമായ സൂചനയായി അതിനെ കണ്ടുകൂടെ ഹരിമോഹൻ? ഇപ്പോൾ സ്വർണ്ണപ്പാളി, അതോടൊപ്പം തന്നെ ഈ പറയുന്ന 2 കേസുകളാണല്ലോ, സ്വർണ്ണപ്പാളിയും കട്ടിളപ്പാളിയും. 2 കേസുകളിലും ഇപ്പോൾ ദ്വാരപാലക പാളിയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും 2 കേസുകളിലുമായി ഇപ്പോൾ പ്രതികൾ പുറത്തേക്കിറങ്ങുന്ന സമയമാണ്. 90 ദിവസം പൂർത്തിയായതോടെ 1-ാം പ്രതിയടക്കം പുറത്തേക്കിറങ്ങി. 4 പ്രതികൾ ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു, സ്വാഭാവിക ജാമ്യം ലഭിച്ച്. അതിനിടയ്ക്ക് അടുത്ത അറസ്റ്റിലേക്ക് കടക്കുന്നു SIT ഈ 2 കേസുകളിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്മൃതി, ഒരു വശത്ത് പ്രതികൾ പുറത്തേക്കിറങ്ങുകയാണ്. പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ അറസ്റ്റിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. അത് ആരാണ് ഈ 3 പേർ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടത്. അത് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഈ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത് പുറത്തു വരികയുള്ളൂ. അതൊരു പക്ഷേ കൂടുതൽ ഉന്നതരിലേക്കുള്ള പങ്കാണോ ഇതിനകം ചോദ്യം ചെയ്തവരാകാനുള്ള സാധ്യതയുമുണ്ടല്ലോ. ഇതിനകം ചോദ്യം ചെയ്ത് പുറത്തുള്ളവരാരൊക്കെയാണ് ഈ 2 കേസുകളിൽ ഹരിമോഹൻ? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്ത ആളുകളുണ്ട്. അതിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതിൽ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ചോദ്യമുനയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് ആരായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രതി ചേർക്കപ്പെടുന്നത് ആരായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ എല്ലാം അവരുടെ പങ്കാളിത്തമെല്ലാം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പങ്കാളിത്തവും കണ്ടെത്തി അവരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് ഭരണസമിതിയെ നമുക്ക് മാറ്റി നിർത്താം. ഇനിയിപ്പോൾ ഉള്ളത് അതിനും അപ്പുറത്തേക്ക് മറ്റാരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.